നമസ്കാര സുഹൃത്തുക്കളെ, ഞാൻ സജിത് നമ്പ്യാർ. ജീവിതത്തിലും ബിസിനസ്സിലും മുന്നേറാൻ ആഗ്രഹിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിജയിക്കുന്നവരുടെ പ്രഭാതശീലങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിജയിക്കുന്നവരുടെ ആശയവിനിമയ രഹസ്യങ്ങൾ. സുഹൃത്തുക്കളെ, ഒരു മനുഷ്യന്റെ അറിവും കഴിവും എത്ര മികച്ചതാണെങ്കിലും അത് മറ്റുള്ളവരിലേക്ക് ശരിയായ രീതിയിൽ എത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അർഹിക്കുന്ന വിജയം പലപ്പോഴും ലഭിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ആശയവിനിമയം വിജയത്തിൻ്റെ ഏറ്റവും വലിയ താക്കോലുകളിൽ ഒന്നാണ്. ആശയവിനിമയം എന്തുകൊണ്ട് പ്രധാനമാണ്? സുഹൃത്തുക്കളെ, നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് എന്നതിനേക്കാൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നതാണ് കൂടുതൽ പ്രധാനമായത്. ഒരു നല്ല വാക്ക്, ഒരു നല്ല പുഞ്ചിരി, ഒരു നല്ല സമീപനം, ഇവയ്ക്ക് ജീവിതങ്ങൾ മാറ്റാൻ കഴിയും. ഓർക്കുക, നല്ല ആശയവിനിമയം നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കും. നല്ല ബന്ധങ്ങൾ വലിയ വിജയങ്ങളിലേക്ക് നയിക്കും. വിജയത്തിൻ്റെ 3 അടിസ്ഥാന തത്വങ്ങൾ. 1. മൂല്യം സൃഷ്ടിക്കുക. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് പ്രചോദനവും പ്രതീക്ഷയും ആത്മവിശ്വാസവും നൽകുന്നവയാകട്ടെ. നിങ്ങൾ നൽകുന്ന മൂല്യമാണ് നിങ്ങളെ ആളുകൾ ഓർക്കാൻ കാര്യം. 2. കഴിവ് വളർത്തുക. ആശയവിനിമയം ജന്മസിദ്ധമായ കഴിവല്ല, പരിശീലനത്തിലൂടെ വളർത്താൻ കഴിയുന്ന ഒരു കഴിവാണ്. ഓരോ ദിവസവും കുറച്ചെങ്കിലും സംസാരിക്കാൻ പരിശീലിക്കൂ. നല്ല പ്രസംഗങ്ങൾ കേൾക്കൂ. പുസ്തകങ്ങൾ വായിക്കൂ. 3. നെറ്റ്വർക്ക് വികസിപ്പിക്കുക. നല്ല ആശയവിനിമയം പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കും. ആ ബന്ധങ്ങളാണ് പുതിയ അവസരങ്ങളുടെ വാതിലുകൾ തുറക്കുന്നത്. വിജയിക്കുന്നവരുടെ 5 ആശയവിനിമയ രഹസ്യങ്ങൾ. 1. ആദ്യം കേൾക്കാൻ പഠിക്കൂ. വിജയിക്കുന്നവർ കൂടുതൽ സംസാരിക്കുന്നവരല്ല, കൂടുതൽ കേൾക്കുന്നവരാണ്. 2. ലളിതമായി സംസാരിക്കൂ. വലിയ വാക്കുകൾ വേണ്ട, ലളിതമായ വാക്കുകൾക്ക് വലിയ സ്വാധീനമുണ്ട്. 3. ആത്മവിശ്വാസത്തോടെ സംസാരിക്കൂ. നിങ്ങളുടെ ശബ്ദം, മുഖഭാവം, ശരീരഭാഷ ഇവയെല്ലാം ആത്മവിശ്വാസം പ്രകടിപ്പിക്കട്ടെ. 4. മറ്റുള്ളവരെ ബഹുമാനിക്കൂ. ബഹുമാനം നൽകുന്ന ആളുകളെ എല്ലാവരും ബഹുമാനിക്കും. 5. പുഞ്ചിരിയോടെ സംസാരിക്കൂ. ഒരു പുഞ്ചിരി ഒരു നല്ല ബന്ധത്തിന്റെ തുടക്കമാകാം. ഒരു കമ്പനിയിൽ 2 സെയിൽസ് എക്സിക്യൂട്ടീവുകൾ ജോലി ചെയ്തു. 2 പേർക്കും ഒരേ ഉൽപ്പന്നം, ഒരേ വില, ഒരേ അവസരം. പക്ഷെ ഒരാൾ ഉപഭോക്താവിനെ ശ്രദ്ധയോടെ കേട്ടു, ബഹുമാനത്തോടെ സംസാരിച്ചു, ആവശ്യം മനസ്സിലാക്കി പരിഹാരം പറഞ്ഞു. മറ്റൊരാൾ ഉൽപ്പന്നത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചു. ഫലം വന്നപ്പോൾ ആദ്യത്തെ വ്യക്തിയാണ് കൂടുതൽ വിജയിച്ചത്. കാരണം ആൾ ഉൽപ്പന്നം വിറ്റതല്ല, വിശ്വാസം നേടിയതാണ്. ഇന്നത്തെ ചലഞ്ച്: ഇന്ന് നിങ്ങൾ സംസാരിക്കുന്ന ഓരോ വ്യക്തിയോടും ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. ആദ്യം കേൾക്കുക, വ്യക്തമായി സംസാരിക്കുക, ഒരു പുഞ്ചിരിയോടെ സംഭാഷണം അവസാനിപ്പിക്കുക. ഇത് തുടർച്ചയായി 21 ദിവസം പരിശീലിക്കൂ. നിങ്ങളുടെ ആശയവിനിമയത്തിൽ വലിയ മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും. സുഹൃത്തുക്കളെ, ആശയവിനിമയം ഒരു കഴിവ് മാത്രമല്ല, അത് വിജയത്തിലേക്കുള്ള ഒരു പാലമാണ്. ഇന്നു മുതൽ മൂല്യം സൃഷ്ടിക്കുക, കഴിവ് വളർത്തുക, നെറ്റ്വർക്ക് വികസിപ്പിക്കുക. വിജയം നിങ്ങളെ തേടിയെത്തും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ സജിത് നമ്പ്യാർ. അടുത്ത വീഡിയോയിൽ തീരുമാനങ്ങൾ എങ്ങനെ ജീവിതം മാറ്റുന്നു എന്ന വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.